രണ്ടു വിധത്തിൽ ഈ വാഴിക്കൽ ബലഹീനമായി പോയി. ഒന്ന്, സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ഒരു പാത്രിയർക്കീസാണ് അത് ചെയ്തത്. അതിനാൽ അത് കാനോനികമല്ലെന്ന് കാർമികനും സ്വീകരിച്ചവർക്കും അറിയാമായിരുന്നു. രണ്ടാമതായി, അത് പണം കൊടുത്തു വാങ്ങുകയായിരുന്നു എന്നതുവഴി അത് ഗുരുതരമായതും പരിശുദ്ധാത്മാവിനെതിരായതുമായ ശിമോന്യ പാപം എന്ന ആരോപണത്തിന് കീഴിലുമായി. അദ്ദേഹത്തിന് പണം കൊടുത്തിരുന്നു ഇതിന് പാരിതോഷികമായി. തിരിച്ചെത്തിയ ശേഷം 1913 കേരളത്തിൽ നിന്നും തിരിച്ചെത്തിയ ശേഷം മാർ അബ്ദുൽ മഷിഹ ബെയ്റൂട്ടിൽ പോയി വെളിവായി തന്നെ സുറിയാനി കത്തോലിക്ക സഭയിൽ ചേരുകയും അവരോടൊപ്പം 1 വർഷത്തോളം താമസിക്കുകയും ചെയ്തു. സുറിയാനി കത്തോലിക്ക ബിഷപ്പായ അഫ്രേം റഹ്മാനിയുടെ ഒരു കത്ത് മേൽപ്പറഞ്ഞ ഖാലിദ് ദിന്നോ കണ്ടെടുക്കുകയുണ്ടായി. ഈ കാലത്തോ ഇതിനു മുൻപോ മാർ അബ്ദുൽ മഷിഹായും 10ാം പിയൂസ് മാർപ്പാപ്പായും തമ്മിൽ അഫ്രേം റഹ്മാനി എന്ന ബിഷപ്പിന്റെ മധ്യസ്ഥതയിൽ ചർച്ചകൾ നടന്നിരുന്നു എന്ന് ഇത് തെളിയിക്കുന്നു. ഈ കാലങ്ങളിൽ 10ാം പിയൂസ് മാർപ്പാപ്പ ഒരു കുരിശും 2 മോതിരങ്ങളും അദ്ദേഹത്തിന് സമ്മാനിച്ചു. ഇത് തന്റെ മുഴുവൻ സഭയെയും കത്തോലിക്ക സഭയിലേക്ക് കൊണ്ടുവരുമെന്ന വാഗ്ദാനത്തിന്റെ മുൻതൂർ പാരിതോഷികം ആയിരുന്നു. 1914 ഏപ്രിലിൽ 1 വർഷത്തിനു ശേഷം മാർ അബ്ദുൽ മഷിഹ ഈ സ്വർണ വസ്തുക്കൾ തന്നിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടു പോയി എന്നും പകരം വയ്ക്കുവാൻ വേറെ അയച്ചു തരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മാർപ്പാപ്പായ്ക്ക് ഒരു കത്തയച്ചു. മാർപ്പാപ്പ ഉടൻ തന്നെ അതിന് മറുപടി അയക്കുകയും പകരം വസ്തുക്കൾ അയക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തുകൊണ്ട് റഹ്മാനിയെ കൊണ്ട് അബ്ദുൽ മഷിഹായ്ക്ക് എഴുത്ത് അയപ്പിച്ചു. മാർ അബ്ദുൽ മഷിഹായ്ക്ക് റഹ്മാനി പോക്കറ്റ് മണിയും അയച്ചു കൊടുത്തു. ഖാലിദ് ദിന്നോ 2017 നടത്തിയ ഈ വെളിപ്പെടുത്തലുകളുടെ പ്രാധാന്യവും അവയുടെ സെൻസിറ്റിവിറ്റി പ്രമാണിച്ച് റഹ്മാനിയുടെ കത്തിൽ നിന്നുള്ള പ്രസക്തമായ ഭാഗങ്ങൾ, അദ്ദേഹത്തിന്റെ ഉദ്ധരണികൾ പൂർണ്ണമായി ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നു. അത് ആ എഴുത്താണ് നിങ്ങൾ ഇവിടെ സ്ലൈഡിൽ കാണുന്നത്. 1914 ജൂൺ 16 എഴുതിയ അബ്ദുൽ മഷിഹായെ അഭിസംബോധന ചെയ്യുന്ന ഈ കത്ത് ദമസ്കോസിലെ പാട്രിയാർക്കൽ ആർക്കൈവ്സിൽ നിന്നാണ് ഖാലിദ് ദിന്നോ കണ്ടെത്തിയത്. ഇത് 187 പേജ് തൊട്ടാണ് അദ്ദേഹം ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നത്. സിറിയൻ കത്തോലിക്ക പാത്രിയർക്കീസ് എന്ന ഇഗ്നേഷ്യസ് അഫ്രാം റഹ്മാനിയാണ് ഈ എഴുത്ത് എഴുതിയിരിക്കുന്നത്. സിറിയൻ കത്തോലിക്ക പാത്രിയർക്കീസ് ഇഗ്നാത്യോസ് റഹ്മാനി. നോക്കൂ, ഇവിടെയും സുറിയാനിക്കാരുടെ ശ്വാസം അടച്ചു കളയുന്ന വഞ്ചന കാണാം. അന്ത്യോഖ്യയിലെ സിംഹാസനത്തിൽ തനിക്ക് യാതൊരു അധികാരവും ഇല്ലാത്ത സ്ഥലത്തേക്ക് മാർപ്പാപ്പ ഒരു ബിഷപ്പിനെ നിയമിക്കുന്നു. ആ റോമാക്കാരൻ ബിഷപ്പ് അന്ത്യോഖ്യയിലെ സുറിയാനി പാത്രിയർക്കീസായ ഇഗ്നാത്യോസ് എന്ന സ്ഥാനപ്പേര് ഒരു ലജ്ജയും കൂടാതെ സ്വയം എടുത്തണിയുന്നു. ഈ മഹൽ സ്ഥാനത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് അദ്ദേഹം സുറിയാനി സഭയെ ഒന്നടങ്കം അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്നു. ഇത് അത്ഭുതം തന്നെ. എന്നിരുന്നാലും പാത്രിയർക്കീസ് ഇഗ്നാത്യോസ് അഫ്രേം റഹ്മാനി എഴുതുന്നത് ഇപ്രകാരമാണ്: ഇന്നത്തെ മെയിലിൽ വിശുദ്ധ 10ാം പിയൂസ് മാർപ്പാപ്പായിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു കത്ത് ലഭിച്ചു. അതിൽ നിങ്ങൾക്ക് ഏപ്രിൽ 28 ഒരു കത്ത് അയച്ചതായി മാർപ്പാപ്പ ഞങ്ങളെ അറിയിച്ചിരിക്കുന്നു. അതിൽ നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹം ഞങ്ങളെ അറിയിച്ചിരിക്കുന്നു. പ്രത്യേകിച്ചും നിങ്ങളുടെ മാന്യമായ അനുഗ്രഹത്തിന് മാർപ്പാപ്പ സമ്മാനിച്ച കുരിശും 2 മോതിരങ്ങളും മോഷണം പോയത്. നിങ്ങളുടെ ചിലവുകൾ വഹിക്കുവാനുള്ള എല്ലാ ആവശ്യങ്ങളും നിങ്ങൾക്ക് ഇടയ്ക്കിടെ നൽകണമെന്ന് പരിശുദ്ധ പിതാവ് മാർപ്പാപ്പ ഞങ്ങളെ ഓർമ്മിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ നിങ്ങളുടെ നല്ല മനസാക്ഷി സാക്ഷീകരിക്കുന്നത് പോലെ നിങ്ങൾക്ക് ആശ്വാസവും മനസമാധാനവും നൽകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നൽകുന്നതിൽ നിന്ന് ഞങ്ങൾ വ്യതിചലിക്കുകയുമില്ല. കാരണം ഞങ്ങൾക്ക് പ്രധാനം നിങ്ങളുടെ നല്ല ആരോഗ്യമാണ്. കൂടാതെ, ഇതാണ് ഏറ്റവും പ്രസക്തമായ പാരഗ്രാഫ്,
കൂടാതെ ഞങ്ങളുടെ അധിപനായ മാർപ്പാപ്പയോട് നിങ്ങൾ വാഗ്ദത്തം ചെയ്ത കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുവാൻ ഞങ്ങളോട് അദ്ദേഹം കൽപ്പിച്ചിരിക്കുന്നു. അതായത് സഭയിൽ നിന്നും വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കത്തോലിക്ക സഭയുടെ തൊഴുത്തിലേക്ക് വീണ്ടെടുക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കും. നിങ്ങൾ അതിൽ ശ്രദ്ധാലുവായിരിക്കും എന്നതിൽ സംശയമില്ല. ഞങ്ങൾ നിങ്ങളോട് വാഗ്ദത്തം ചെയ്തതുപോലെ അടുത്ത മെയിൽ ലഭിച്ചാൽ, ദൈവം തുണച്ചാൽ, കുരിശും മോതിരവും നിങ്ങളുടെ പോക്കറ്റ് ചിലവിനുള്ള തുകയും ഞങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തരും. ഈ കത്ത് കണ്ടതിന് ശേഷം മോർ അബ്ദുൽ മിശിഹ പാത്രീർക്കീസിനെ എന്തുകൊണ്ടാണ് സ്ഥാനഭ്രഷ്ടനാക്കിയത് എന്നുള്ളതിന് കൃത്യമായ മറുപടി ലഭിച്ചു കഴിഞ്ഞിരിക്കും. അതിനാൽ ഈ കത്ത് കണ്ടിട്ടില്ലാത്തവരുടെ ബോധ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇത് പ്രസിദ്ധപ്പെടുത്തുന്നത്. ഇത് സുറിയാനി സഭയ്ക്ക് വളരെ വേദനാജനകമായ ഒരു എഴുത്താണ്. ഇതിനു മുൻപും സഭയിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതും സുറിയാനിക്കാർ തങ്ങളുടെ സഹജമായ റെറ്റിസൻസ്, ഒരു സങ്കോചവും മടിയുമുണ്ട്. അവരുടെ തന്നെ അപമാനകരവും ദുഃഖകരവുമായ കാര്യങ്ങൾ പുറത്തു പറയുന്നതിൽ അവർക്ക് സങ്കോചമുണ്ട്. നിയാമത്തുള്ള പാത്രീർക്കീസ് 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പാത്രീർക്കീസാണ്. ആ കഥയിലും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ ആയിരുന്നു. വ്യത്യാസമുണ്ട് എങ്കിലും ഒരു വിധത്തിൽ സുറിയാനി സഭയെ റോമായ്ക്ക് കീഴിൽ കൊണ്ടുവരിക എന്നുള്ളത്. അവിടെയും സഭയുടെ മേലധ്യക്ഷനായിരുന്ന പാത്രീർക്കീസ് ബാവയായിരുന്നു വിശ്വാസവഞ്ചന കാണിച്ചത്. എങ്കിലും സഭയുടെ നാഥനായ യേശുതമ്പുരാൻ സഭയെ അന്നും അതിൽ നിന്നും രക്ഷിച്ചു. ഈ കാലഘട്ടത്തിലും, അതായത് മാർ അബ്ദുൽ മിശിഹായുടെ കാലഘട്ടത്തിലും സഭയെ തമ്പുരാൻ രക്ഷിച്ചു. ഇതിന്റെ സത്യാവസ്ഥ, ഇതിൽ കൂടുതൽ തെളിവുകൾ ആവശ്യമില്ലാത്തതിനാൽ ഇനിയും ഈ വിഷയത്തെ പറ്റി ശരിയായി ന്യായമില്ലാതെയും കാരണമില്ലാതെയും മാർ അബ്ദുൽ മിശിഹായെ നീക്കിയെന്നും നീക്കപ്പെട്ടതിനു ശേഷവും അദ്ദേഹം കുർക്കുമാദേറായിൽ മാന്യമായി ആദരവോടുകൂടിയും ആദരണീയനായും താമസിച്ചുവെന്നും മരിച്ച ശേഷം പാത്രീർക്കീസന്മാരുടെ നിരയിൽ അടക്കപ്പെട്ടുവെന്നും ഉള്ള ആഖ്യാനങ്ങൾ ദയവ് ചെയ്ത് ഇനിയും പുറത്തേക്ക് കൊണ്ടുവരരുത് എന്ന് അപേക്ഷിക്കുന്നു. 1914 മോർ അബ്ദുൽ മിശിഹായെ മർദീനിലെ കുർക്കുമാദേറായിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിർത്തിയത് അദ്ദേഹത്തെ നീക്കപ്പെട്ട പാത്രീർക്കീസ് എന്ന നിലയിൽ കൊണ്ടല്ലായിരുന്നു. നേരെ മറിച്ച് സഭയ്ക്ക് കൂടുതൽ ദോഷങ്ങൾ ചെയ്യുന്നത്, അതായത് സഭയെ ഒറ്റിക്കൊടുക്കുന്നത് തടയുവാൻ വേണ്ടി മാത്രമായിരുന്നു എന്ന് സമകാലീന രേഖകളിൻ പ്രകാരം മനസ്സിലാക്കാമെന്ന് ഖാലിദ് ദിന്നോ സമർത്ഥിക്കുന്നു. ഇത് 186-87 പേജുകളിലാണ്. ഒരു പാത്രീർക്കീസിന്റെ ബഹുമതിയോടെ അദ്ദേഹത്തെ കുർക്കുമാദേറായിൽ മുൻ പാത്രീർക്കീസന്മാരോടൊപ്പം അടക്കം ചെയ്തു എന്നും പറയുന്ന വാദം തികച്ചും അസത്യമാണ്. അതിന് തെളിവുകളൊന്നും കണ്ടെത്തുവാനായിട്ടുമില്ല. കുർക്കുമാദേറായിൽ ദേറാക്കാരുടെ പടി, മെത്രാപ്പൊലിത്തന്മാരുടെ പടി, പാത്രീർക്കീസന്മാരുടെ പടി എന്നിങ്ങനെ 3 പടികളിലായി പരിശുദ്ധന്മാരെ അടക്കുന്നുണ്ട്. ദേറാക്കാരുടെ പടിയിലാണ് മോർ അബ്ദുൽ മിശിഹായെ അടക്കം ചെയ്തിരിക്കുന്നത് എന്നാണ് പൊതുവെയുള്ള ധാരണ. കഴിഞ്ഞ നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട സഭയിലെ അംഗീകൃത ചരിത്രങ്ങൾ, പ്രത്യേകിച്ചും കണിയാമ്പറമ്പിൽ അച്ഛന്റെ പുസ്തകം, സത്യമായ ആഖ്യാനങ്ങൾ തന്നെ ആയിരുന്നു എന്നത് 21-ാം നൂറ്റാണ്ടിൽ ലഭിച്ച ഈ രേഖകൾ വീണ്ടും ഉറപ്പിക്കുന്നതായി നമുക്ക് കാണാം. അതിനാൽ ആ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ മോർ അബ്ദുൽ മിശിഹായെ കുർക്കുമാദേറായിൽ പാത്രീർക്കീസ്മാരുടെ നിരയിൽ അടക്കി എന്ന് തുടങ്ങുന്ന പുതിയ ആഖ്യാനത്തിന് യാതൊരു കഴമ്പും ഇല്ല എന്നത് ഏകദേശം ഇപ്പോൾ സുസ്ഥിരമായ വസ്തുതയാണ്. സാഹചര്യങ്ങളും അതിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്നു. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഈ ചോദ്യം ചോദിക്കുക മാത്രമേ ഈ എപ്പിസോഡിൽ ചെയ്യുന്നുള്ളൂ. Did the deposed patriarch Mor Abdul Masih have the authority to revoke Vattascheril Metran's excommunication? സ്ഥാനഭ്രംശത്തിന് ശേഷം
അദ്ദേഹത്തിന്റെ സ്ഥിതി എന്തായിരുന്നു. അപ്പോൾ പുതിയ ആഖ്യാനം കൊണ്ടുവരുന്ന ഒന്നുകിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് വക്താക്കളായിരിക്കാം, അല്ലെങ്കിൽ യാക്കോബായക്കാരുടെ സഭയിൽ നിന്നുകൊണ്ട് അവരെ, ഞാൻ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുന്നു, അവരുടെ അറിവില്ലായ്മ കൊണ്ട് മാത്രം എന്ന് പറയാം, ഇപ്രകാരമുള്ള പാഴ്ചരിത്രങ്ങൾ കെട്ടിച്ചമയ്ക്കുന്നത് എന്തുകൊണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ അവർ പറയുന്ന വാദം ഇതാണ്: പാത്രിയർക്കീസ് അബ്ദുൽ മശീഹ പാത്രിയർക്കീസ് സ്ഥാനഭ്രംശത്തിനു ശേഷവും യഥാർത്ഥ പാത്രിയർക്കീസായി തുടർന്നു. ഇത് രണ്ടാമത്തെ വാദമാണ്. മൂന്നാമത്തെ ആഖ്യാനമാണ് മിദ്യാത്തുൽ മാർ ശബ്രീൽ ദേറായിൽ മൂത്ത പാത്രിയർക്കീസായിട്ടാണ് അദ്ദേഹം കഴിഞ്ഞത്. ജനങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. അപ്പോൾ മൂത്ത പാത്രിയർക്കീസ് എന്ന് പറയുന്ന അങ്ങനെ ഒരു സ്ഥാനമുണ്ടോ? മോർ അബ്ദുള്ള പാത്രിയർക്കീസ് വട്ടശ്ശേരിൽ മെത്രാനെ മുടക്കിയത് റദ്ദാക്കുവാൻ സ്ഥാനഭ്രഷ്ടനായ അബ്ദുൽ മശീഹായ്ക്ക് സാധിക്കുമോ? നീക്കപ്പെട്ട ശേഷവും അബ്ദുൽ മശീഹ യഥാർത്ഥ പാത്രിയർക്കീസായി തുടർന്നു അത്രേ. റിട്ടയർ ചെയ്ത്, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി പറയുന്ന വാക്കുകളല്ല, ഇതിന്റെ വക്താക്കൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിരിക്കുന്ന എക്സാക്ട് വേർഡ്സ്, ഒരു മാറ്റവും ഇല്ലാതെ ഞാൻ കോട്ട് ചെയ്യുന്ന വാക്കുകളാണ്. യഥാർത്ഥ പാത്രിയർക്കീസായി തുടർന്നു. റിട്ടയർ ചെയ്ത മൂത്ത പാത്രിയർക്കീസായി അദ്ദേഹം മിദ്യാത്തിൽ താമസിച്ചു വരികയായിരുന്നു. അപ്പോൾ ഒരു സംശയം, മോർ അബ്ദുള്ള പാത്രിയർക്കീസ് എന്ന 1906 അവരോധിതനായ പാത്രിയർക്കീസ് എന്താ ഒരു വെറും അസിസ്റ്റന്റ് പോലെ ആയിരുന്നു? അപ്പോൾ ഈ അസിസ്റ്റന്റ് ഒരാളെ മുടക്കിയാൽ അത് റദ്ദ് ചെയ്യുവാൻ മൂത്ത പാത്രിയർക്കീസിന് അധികാരം ഉണ്ടായിരുന്നു എന്നാണോ സാരം? അപ്പോൾ രണ്ട് പാത്രിയർക്കീസന്മാർ ഒരേ സമയത്തുള്ളപ്പോൾ അധികാരം കൈയാളിയത് ആരായിരുന്നു? ഇത് മോർ അബ്ദുള്ള ആയിരുന്നുവോ അതോ മോർ അബ്ദുൽ മശീഹ ആയിരുന്നുവോ? ഇവിടെയാണ് ഭയങ്കരമായ ഒരു ചോദ്യത്തെ നമ്മൾ അഭിമുഖീകരിക്കുന്നത്. നീക്കപ്പെട്ട ശേഷവും മോർ അബ്ദുൽ മശീഹ യഥാർത്ഥ പാത്രിയർക്കീസായി തുടർന്നു. ഇതിലും ഭയങ്കരം, ഇങ്ങനെ ഒരു വാചകം പറഞ്ഞതിലും ഭയങ്കരം, ഹുദായ കാനൂൻ 7-ാം അധ്യായത്തിൽ ഇതിന്റെ തെളിവുകളുമുണ്ട്. അപ്പോൾ ഈ ഹുദായ കാനൂൻ 7-ാം അധ്യായം പരിശോധിക്കുക തന്നെ നമുക്ക് നിവൃത്തിയുള്ളൂ. എന്താണ് ഈ റിട്ടയർ ചെയ്ത മൂത്ത പാത്രിയർക്കീസ് എന്ന സ്ഥാനം? ആശ്ചര്യകരവും ഇത്രയും നാൾ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലാഞ്ഞതിനാൽ കൗതുകകരവുമായ ഈ പുതിയ ആഖ്യാനം പരിശോധിക്കുവാൻ വളരെ സമയമെടുക്കും. അതിനാൽ ഇത് അടുത്ത എപ്പിസോഡിലേക്ക് നീക്കി വെച്ചുകൊണ്ട് ഈ പ്രഭാഷണം ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ.